എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ് ഏറ്റവും നല്ല കുക്കിംഗ് ഓയിൽ ഏതാണെന്നുള്ളത്. സ്ഥിരമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ വില കൂടിയതുകൊണ്ട് റൈസ് ബാൻ ഓയിൽ, ഗ്രെയിൻ ഓയിൽ ഉപയോഗിക്കാറുണ്ട്, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാറുണ്ട്, മസ്റ്റാർഡ് ഓയിൽ നമ്മൾ അത്ര ഉപയോഗിക്കാറില്ല. പക്ഷേ ഇതൊന്നും അത്ര നല്ലതല്ല. ഇതെല്ലാം തന്നെ ഒരു ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്മോക്ക് വാല്യൂസ് എല്ലാം തന്നെ വളരെ ലോ ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ടാവും ഇതൊക്കെ നല്ലതാണെന്നുള്ളത്, റിഫൈൻഡ് അൺറിഫൈൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഒന്നും അത് നല്ലതല്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് ഓയിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഗീ ആണ്, നെയ്യാണ്. ഒന്ന് ആശ്ചര്യപ്പെട്ടല്ലേ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് ഓയിൽ എന്നുള്ളത് ഗീ തന്നെയാണ്, നെയ്യ് തന്നെയാണ്. അതിൻ്റെ സ്മോക്ക് വാല്യൂ വളരെ ഹൈ ആണ്. ഒരിക്കലും കരിഞ്ഞു പോകില്ല നെയ്യിലിട്ട് ഒരു സാധനങ്ങളും. അതേപോലെ അതിനകത്തുള്ള അമിനോ ആസിഡ്സും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ്. അതേപോലെ പാലിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ലാക്ടോസ് ഫ്രീ ആണ് നെയ്യ്. പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയെടുത്ത നെയ്യ് എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ഫ്രീ ആണ്, സേഫ് ആണ്. അത് കഴിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു രീതിയിലും കൊളസ്ട്രോൾ ഒന്നും അടിച്ച് കയറാൻ പോകുന്നില്ല. അതേപോലെ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളത് സെസമി ഓയിലാണ്. നല്ല കറുത്ത എള്ളിൻ്റെ എണ്ണ എന്നുള്ളത്, തിലതൈലം നല്ലതാണ്, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല. ദെൻ അടുത്തത് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ നല്ലതാണ്, കുക്കിങ്ങിന് വേണ്ടിക്കൊണ്ട് വളരെ സേഫായിട്ട് നമുക്ക് ഡേ ടു ഡേ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് എണ്ണകളുണ്ടല്ലോ, അത് ഒരു ലോങ് ടൈമിൽ ശരീരത്തിന് ഗുണത്തേക്കാൾ ദോഷമാണ് വരിക. നമ്മൾ ഈ പറയുന്ന ഗീ, കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സെസമി ഓയിലിലേക്ക് പതുക്കെ ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും, ആരോഗ്യം ഹെൽത്തി ആയിട്ടിരിക്കും.